ആലപ്പുഴ പുന്നമടക്കായലിൽ ആവേശം വാനോളം ഉയർത്തിയ 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജലമാമാങ്കത്തിൽ കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുന്നമടയുടെ ഓളപ്പരപ്പിനെ പ്രകമ്പനം കൊള്ളിച്ച തുഴച്ചിലുകാരുടെ ആവേശ പോരാട്ടത്തിനാണ് ആലപ്പുഴ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി എം ലിജു അധ്യക്ഷനായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി പി സി വിഷ്ണുനാഥ്, കെ സി വേണുഗോപാൽ എം പി, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, ജില്ലാ കളക്ടർ ഷാജി വി നായർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവ്വം ഈ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4-ാം തീയതി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക്ക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായി ഉള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാര നിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം നിങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള, ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.